നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അതൊരു ഡബിൾ എനർജിയാ. എന്തായാലും പ്രോജക്റ്റ് ഒന്ന് ഫൈനൽ ആവട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഈ കാര്യം അർച്ചനടുത്തിടന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ പറയണോ? വേണം, ഞാൻ ഇപ്പൊ വരാം. അപ്പോ ധനുഷ് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇത് ഫ്രണ്ടാണ് ചെയ്യുന്നതെന്നാ ധനുഷ് പറഞ്ഞു. അവന് പണം വല്ലതും വേണോ ചോദിക്കേ. എന്റെ കുറച്ച് പേഴ്സണൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്നും വേണ്ട ഏട്ടാ. എന്റെ കയ്യിലുള്ള സ്വർണം എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ധനുഷ് സമ്മതിച്ചില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ബിസിനസ് നടത്തണമെന്നാ ധനുഷിന്റെ ആഗ്രഹം. സ്നേഹയുടെ സ്വർണം എടുക്കാൻ തയ്യാറാവാത്ത ധനുഷ് പിന്നെ സച്ചേട്ടൻ പണം കൊടുത്താ വാങ്ങൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തരുന്ന പണമായിട്ട് നീ അവനോട് പറയണ്ട. നിന്റെ പേരില് ഡെപ്പോസിറ്റ് കിടന്ന പണമാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നീ അവനോടൊന്ന് ചോദിക്കും. ചോദിക്കാം, പക്ഷേ ധനുഷിന്റെ തീരുമാനം എടുത്താ പിന്നെ അതിന്ന് മാറില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ എടുത്തി. അപ്പച്ചി പോയിട്ട് വരാം കേട്ടോ. പാവം, അവൾക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടമില്ലാത്ത ആർക്കാ? അവളുടെ കല്യാണം ഇങ്ങനെ നടത്താനാണോ നമ്മൾ ആഗ്രഹിച്ചത്? അവളുടെ ഇഷ്ടത്തിന് അവൾ കല്യാണം കഴിച്ചു. പക്ഷേ അതുണ്ടാക്കിയ മുറിവുകള് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. ഞാൻ അവളോട് ക്ഷമിച്ചു. അവര് രണ്ടുപേരും കൂടി നല്ല സ്നേഹത്തിലും ഒത്തൊരുമയോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് അവര് നമ്മുടെ മുമ്പിൽ തെളിയിക്കണം. എന്നാലേ എല്ലാരും വിശ്വസിക്കൂ. അതിന് സമയമെടുക്കും. അതുവരെ പോട്ടെ. എനിക്ക് അവളോട് ഒരു പിണക്കവുമില്ല. പക്ഷേ നന്ദേട്ടന് സന്ദീപം അങ്ങനല്ല. പ്രേമിക്കുന്ന കാലത്ത് എല്ലാവരും ഇങ്ങനെയാ സച്ചേട്ടാ. എന്ത് റിസ്ക് എടുക്കും, എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പോവും. നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ആ നേരത്തെ ആലോചിക്കുക പോലുമില്ല. ഇവിടെ ഇപ്പോ അച്ഛന്റെ നിർബന്ധം കൊണ്ട് അവരെ തിരിച്ചു കയറ്റി. അത് സ്നേഹയുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ പ്രേമെന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ? സത്യം. അവര് രണ്ടുപേരും വിവാഹത്തിന് മുൻപേ പ്രണയം തുടങ്ങി. നമ്മളാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ശേഷവും. അർച്ചന, എനിക്ക് തന്നോടൊപ്പം ഒരുപാട് വർഷം ഇങ്ങനെ പ്രണയിച്ച് ജീവിക്കണം. ഇവളെ കൂടാതെ നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. എല്ലാരെയും നമുക്ക് നല്ല രീതിയിൽ വളർത്തണം. എല്ലാത്തിനും താൻ എന്റെ കൂടെ എന്നും ഇതുപോലുണ്ടാവണം. ഞാൻ എന്നും എന്റെ സച്ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്റെ മരണം വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.